ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാം റെഡി അല്ലേ? ഒരു 3 തേന് ഞാൻ ഈ ചട്ടിയിൽ ഒഴിക്കുക. മതി. എന്നിട്ടോ ആയാതമായാതമുപേക്ഷണീയം ഗതം ഗതം സർവമുപേക്ഷണീയം മോചനാകാവ്യതാന്നില്ലേ? തീപ്പെട്ടി വേണ്ട, മണ്ണെണ്ണ വേണ്ട, ഗ്യാസ് ലൈറ്റർ വേണ്ട, കത്തിയില്ലേ? തീപ്പെട്ടി, മണ്ണെണ്ണ, ഗ്യാസ് ലൈറ്റർ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കത്തുപിടിച്ചോ? ഒന്ന് കൈയടിക്കുക മനുഷ്യന്മാർ. എന്താ നിങ്ങൾ മനുഷ്യന്മാര്? നമുക്ക് ഇവിടെ വെച്ചത് ഇതാണ് ദേവതാരം എന്ന് പറയുന്ന മരം. ഇതിന്റെ സ്മെല്ലൊക്കെ കേട്ടുകഴിഞ്ഞാലും അപാര സ്മെല്ലാ. നല്ല സ്മെല്ലുണ്ട്. ഊതുമൂതിന്റെ അപ്പുറക്ക് അങ്ങോട്ട് 8 അടി മാറിക്കണം. അപ്പുറയ്ക്ക് നല്ല മണത്തിനോടമേ ദേവതാരം. അതല്ലേ പുരാണം പറയുന്നത്? ദേവദാരു ഘടനസ്തു വാദരോഗ ശിരോരോഗ ദന്തരോഗ കർണരോഗ വിനാശക എന്ന് പുരാണം പ്രതിപാദിക്കുന്ന ഔഷധങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദേവദാര അല്ലേ? അതൊന്ന് കത്തിക്കുക. അത് കത്തിക്കാൻ നിങ്ങൾക്ക് തീപ്പെട്ടി, മണ്ണെണ്ണ, ഗ്യാസ് ലൈറ്റർ ഒക്കെ വേണം. എനിക്ക് കത്തിക്കാൻ തീപ്പെട്ടി, മണ്ണെണ്ണ, ഗ്യാസ് ലൈറ്ററിന്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഒരു 3 കൂട്ടം മരുന്ന് മാത്രം. അതായത് ഇന്ന് ലോകത്തിൽ വെച്ച് മന്ത്രം ചൊല്ലി കത്തുപിടിപ്പിക്കുന്ന 2 വ്യക്തികളാണ്. അതിലൊരാളും മറക്കുക, മരിച്ചുപോയി. പിന്നെ ആകെയുള്ളത് ഞാൻ മാത്ര. എന്താ ചിരി? ഇതാ കാണിച്ചു തരാം. ഇത് കാണണം. അതല്ലേ പറഞ്ഞത്? കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കി പോണം അല്ലേ? ഇനി രണ്ടാമത്തെ മാജിക് എന്ന് പറഞ്ഞാലോ, തളയ്ക്കുന്ന മരം. ഏത് മരം കത്തിച്ചാലും കത്തിയിട്ട് ചാരമായി പോകും. പക്ഷെ ദേവതാരം കത്തിച്ചാൽ അത് കിടന്ന് തിളയ്ക്കുന്ന കാണാം. ഈ തിളച്ചു മറിയുന്ന എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയെടുക്കാം, കൈ പൊള്ളൂല. രണ്ടാമത്തെ മാജിക്ക് തിളച്ചു മറിയുന്ന എണ്ണ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. മുക്കിയെടുക്കാം. ഫെവിക്കോള് കയ്യിലോട്ട് പിടിക്കുന്ന കയ്യിലോട്ട് പിടിക്കും, പക്ഷെ കൈ പൊള്ളൂല. അതും കാണാം. അപ്പൊ ഇനി ഇത് മേലെ വെക്കാം അല്ലെ? എല്ലാവർക്കും കാണണ്ടേ? മാജിക്ക് തുടങ്ങിയ അതാ. വാ, ഇതിവിടെ ഇരിക്കട്ടെ, എല്ലാവർക്കും കാണാം. എന്താ ഇങ്ങോട്ട് അടുത്തേക്ക് വരും? അവിടെ നിന്നല്ലേ, അടുത്തേക്ക് വന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത ലോങ് നിന്നല്ലേ അങ്ങനെ അടുത്തേക്ക് വരും. അപ്പൊ മാജിക്ക് തുടങ്ങാണ്. നമ്പർ 1 3 ഘട്ടങ്ങളായിട്ട് എന്റെ മാജിക്ക് പൂർണ്ണമാകും. ഒന്നാമത്തെ ഘട്ടം എവിടെ? ഞാൻ ആ ചട്ടിയിലേക്ക് ഒരു ലേശം ഉപ്പിന്റെ പൊടി, ഞാൻ ഇത് എടുക്കുമ്പോ ലാസ്റ്റ് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊന്തിച്ച് കാണിക്കാം, അപ്പൊ എല്ലാവർക്കും കാണാം. മാജിക്കിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കുമ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് ലേശം ഉപ്പിന്റെ പൊടി എന്നറിയപ്പെടുന്ന കട്ട കർപ്പൂരം, ചൂടൻ കർപ്പൂരം എന്നൊക്കെ കർപ്പൂരം ചേർക്കാം. അടുത്തോളാം. താമണം കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ഒരു ലേശം മാജിക്കിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ ലേശം കർപ്പൂരം ഈ ചട്ടിയിലേക്ക് ചേർക്കുക. ഇത് മാജിക്കും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല. മറിച്ച് തീ കത്തുപിടിച്ചാൽ തീ കെട്ടുപോകാൻ പാടില്ല, അതിനുവേണ്ടി ചേർക്കുക കേട്ടോ. മാജിക്കിന്റെ ഒന്നാമത്തെ ഘട്ടം. ഇത് എന്തിനാ കത്തിക്കുന്നത്? മഴക്കാലമല്ലേ, എല്ലാവർക്കും ഒന്ന് ആവി പിടിച്ചോ. ഒരൊറ്റ പ്രാവശ്യം ആവി പിടിച്ചാൽ തന്നെ 15 വർഷക്കാലത്തേക്ക് വാദം കോപിക്കൂല എന്നാ, വാദ അന്തകന. അപ്പൊ മാജിക്കിന്റെ രണ്ടാം ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴോ ഞാൻ ആ ചട്ടിയിലേക്ക് ഒരു ലേശം കരിഞ്ചീരകം പൊടിച്ചു വെച്ചത് അവിടെ ഉണ്ട്. ഇതുണ്ടോ? കരിഞ്ചീരകം പൊടിച്ച് ഞാൻ ഈ ചട്ടി ചേർക്കുക. കരിഞ്ചീരകം നിനക്കറിയോ? സ്മെല്ല് കേട്ടിട്ടുണ്ടോ? ഇല്ല. കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയാം? ഒന്ന് മണത്ത് നോക്കി. ഇത് കരിഞ്ചീരകം തന്നെ ആണെന്ന് അറിയാനോ? ഒന്ന് സ്മെല്ല് ചെയ്ത്. കരിഞ്ചീരാണോ? കാരണം നിങ്ങൾക്ക് അത് അറിയാമുള്ളൂ, മറ്റേ പ്രായം ചെന്നവർക്ക് അറിയാമുള്ളൂ, അല്ലാത്തവർക്കൊന്നും കരിഞ്ചീരത്തെ കുറിച്ച് അറിയില്ല. അതൊന്നും നോക്കി. കരിഞ്ചീരാണോ? അപ്പൊ ഒരു ലേശം കരിഞ്ചീരകം ഞാൻ ഈ ചട്ടി ചേർക്കാം. മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം ഇതേപോലെ. അതൊന്നും കത്തൂല. ഇനിയാണ് മൂന്നാമത്തെ ഘട്ടം, ഫൈനൽ ലാസ്റ്റ് ഘട്ടം. ഇവിടെ വെച്ച് എന്റെ മാജിക്ക് പൂർണ്ണമാകൂട്ടോ. ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുക. സാധാരണഗതിയിൽ നിങ്ങൾക്കെല്ലാം തീ കത്തിക്കാൻ തീപ്പെട്ടി വേണം, മണ്ണെണ്ണ വേണം, ഗ്യാസ് ലൈറ്റർ വേണം, പിന്നെന്താ വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും കുന്താമന്ത് വേണോ അല്ലെ? കുന്താമന്തി അല്ലടാ, കുന്തറാണ്ടോ? ഇതിലാവട്ടെ. അപ്പൊ എന്റെ തീപ്പെട്ടി എന്ന് പറഞ്ഞ അതവിടെ ഉണ്ട്. അത് നോക്കുമ്പോ അത് ഒറ്റടിക്ക് കാണുന്നില്ല, അതാണ്. ഇതവിടെ ഉണ്ട്. ഇതാണ് എന്റെ തീപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് കെമിക്കലാണ്, ആസിഡ് മിക്സ് ആണ്, ആസിഡ് പവർ ആണെന്നൊക്കെ. എന്നാൽ ഇത് ആസിഡ് കെമിക്കൽ എന്ന് അല്ലാന്ന് തെളിയിക്കണമല്ലോ. അപ്പൊ ഞാൻ എന്ത് വേണം? ലേശം കുടിച്ച് കാണിക്കട്ടെ. ഇതാ കാണിച്ചു. ഇത് കെമിക്കൽ എന്തിനാണ്? എന്റെ കാര്യം എന്താണ്? സ്വാഹ ആഹല്ലേ? ആരെ കൈ കാണിക്കുക? ധൈര്യശാലി എത്ര ആളുണ്ടെന്ന് നോക്കട്ടെ. എന്ത് സ്ഥലത്തിന്റെ പേര്? നല്ല ഒന്നാം തരം ചെറുതനാണ് മനുഷ്യ, വേറൊന്നുമല്ല. അറിയാല്ലേ? അതുകൊണ്ടൊക്കെ കൈയിട്ട് വാങ്ങി തേനല്ലേ? ഒരു തേന്, ഒരു 3 തേന് ഞാൻ ഈ ചട്ടിയിൽ ഒഴിക്കാൻ പോവാ. എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ മന്ത്രം എല്ലാരും പഠിച്ചോളൂ കേട്ടോ. മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തീ കത്തിക്കാം. ഇനി ഇത് പഠിക്കണമെന്ന് ആഗ്രഹം. കർപ്പൂരം ചേർക്കണം. തീ കത്തിച്ചാൽ തീ കെട്ടുപോകാതിരിക്കാൻ വേണ്ടിട്ടാ. തീ ചുറ്റിനും പടന്നു പിടിക്കാനാ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? എല്ലാം റെഡി അല്ലേ? ഒരു 3 തേന് ഞാൻ ഈ ചട്ടിയിൽ ഒഴിക്കുക. മതി. എന്നിട്ടോ ആയാതമായാതമുപേക്ഷണീയം ഗതം ഗതം സർവമുപേക്ഷണീയം മോചനാകാവ്യതാന്നില്ലേ? തീപ്പെട്ടി വേണ്ട, മണ്ണെണ്ണ വേണ്ട, ഗ്യാസ് ലൈറ്റർ വേണ്ട, കത്തിയില്ലേ?
തീപ്പെട്ടി മണ്ണെണ്ണ ഗ്യാസ് ലൈറ്റർ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കത്തുപിടിച്ചോ ഒന്ന് കൈ അടിക്കുക മനുഷ്യന്മാർ. എന്താ നിങ്ങൾ മനുഷ്യന്മാര്? അത്ര മതി. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ മാജിക്ക് കണ്ടില്ലേ? തീപ്പെട്ടി മണ്ണെണ്ണ ഗ്യാസ് ലൈറ്റർ ഇല്ലാതെ തീ കത്തുപിടിച്ചു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മാജിക്ക് എന്താണ്? ഈ മരം കത്തി കഴിഞ്ഞാൽ തിളയ്ക്കാൻ തുടങ്ങും. എങ്ങനെ തിളയ്ക്കും? വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചാൽ എണ്ണ തിളയ്ക്കുന്നാലേ തിളച്ചു വരും. ആ തിളച്ച് മറിയുന്ന എണ്ണ ഞാൻ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ മുക്കിയെടുക്കാം. ഫെവിക്കോൾ നമ്മുടെ കയ്യിലോട്ട് പിടിക്കൂലേ, അതേപോലെ കയ്യിലോട്ട് പിടിക്കും, പക്ഷെ കൈ പൊള്ളൂല. അത് പറഞ്ഞിരുന്നല്ലേ? അത് മാജിക് എന്നല്ല, നാച്ചുറലായിട്ട് കാണിച്ചു തരുന്ന പരിപാടിയാ. കാണാം. ഇതാണ് ദേവതാരം. ദേവതാരത്തെ കുറിച്ച് പുരാണം പറയുന്നത് എന്താ? ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സമേതയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണതു. കാലക്രമേണ പാദം മുതൽ മുടിനാര് വരെ ഉണ്ടാകുന്ന ഏത് രോഗത്തെയും ദേവതാരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്നാ പുരാണം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാക്പരം രചിച്ച അഷ്ടാംഗ ഹൃദയം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം താഴെ വെക്കാം, എന്നിട്ട് തിളച്ച മരം എടുക്കാം. ഈ മരം കിടന്ന് തിളയ്ക്കുന്നുണ്ടാവും. ഇത് തിളയ്ക്കുന്നുണ്ടോ? എണ്ണ വരുന്നുണ്ടോ? ഉണ്ട്. ഈ എണ്ണ കൈകൊണ്ട് മുക്കി എന്തായിരിക്കും സംഭവിക്കുക? പൊള്ളും. നോക്കാം, ഒന്ന് കൈ കാണിച്ച്. പൊള്ളുന്നുണ്ടോ? നോക്കായില്ല. പൊള്ളുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലാവില്ല, എന്റെ ഒട്ട് പിടിക്കുന്നതാണോ? എന്റെ കയ്യിൽ ഫെവിക്കോൾ ഇട്ട് പിടിക്കുന്ന ഇങ്ങനെ കയ്യിൽ ഇട്ട് പിടിക്കുക. തൊട്ടു ധൈര്യമായിട്ട് തൊട്ടുകൊടുന്ന് പൊള്ളില്ല. എനിക്ക് മാത്രം എന്താ നില ഇങ്ങനെ മുക്കിയെടുത്തതാ. ഇതാ ഇങ്ങനെ മുക്കിയെടുക്കാം. അങ്ങനെ കൈയൊന്നും പൊള്ളൂല. ചെറിയ ചൂടുണ്ടോ? പക്ഷെ കൈ പൊള്ളൂല. പൊള്ളുന്നുണ്ടോ? ചെറിയ ചൂടുണ്ടോ? തീയിൽ മുക്കിയെടുക്കുന്നില്ല, ആയിട്ടില്ല. നല്ല എണ്ണ വരുന്നുണ്ടാവും. നല്ല എണ്ണ പൊള്ളുന്നുണ്ടോ? അല്ല, എണ്ണ വരുന്നുണ്ടോ? ഈ എണ്ണ മുക്കതാ. ഒന്ന് കൈ കാണിച്ച്. പൊള്ളുന്നുണ്ടോ? പൊള്ളുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലാവൂല, എന്റെ കയ്യിൽ ഒട്ടി പിടിക്കാം കേട്ടോ. ഫെവിക്കോൾ ഒട്ടി പിടിക്കുന്ന എങ്ങനെയാണ്? അതേപോലെ ഇങ്ങനെ ഒട്ടി പിടിക്കുക. അതുണ്ടോ? നോക്കിക്കോ, കയ്യിലുണ്ടോ? നോക്കിക്കോ, പുറത്തോട്ടോ, പേടിക്കണ്ട, പൊള്ളൂല. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫെവിക്കോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ കയ്യിൽ ഒട്ടി പിടിക്കും, പക്ഷെ കൈ പൊള്ളൂല. ഇത് കണ്ടതാ. തീന്റെ ഉള്ളിൽ കൊണ്ട് കൈ മുക്കതാ. നോക്കിക്കോ, ഒന്ന് നോക്കിയാൽ പൊള്ളുന്നുണ്ട്. നോക്കാണ്. നിങ്ങളുടെ കയ്യിലാവൂല, എന്റെ ഒട്ടി പിടിക്കുന്നുണ്ടോ? അപ്പൊ കൈ പൊള്ളുവാണിതുണ്ട്. എന്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്, പക്ഷെ കൈ പൊള്ളുവാണെങ്കിൽ എന്റെ കൈ മൊത്തം പൊള്ളു പോണ്ടേ? ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ പേടിക്കണം? അടച്ചു പൊള്ളൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഇതേണ്ട എണ്ണ വരുന്നുണ്ടോ? നല്ല എണ്ണ അല്ലേ? ഈ എണ്ണ ഇങ്ങനെ മുക്കിയെടുക്കാം. നോക്കിക്കേ, തൊട്ടോ പേടിക്കേണ്ട നേരിട്ടുള്ളൂ. കൈ പൊള്ളൂല. കാരണം ദേവതാരത്തിന് ഒരുപാട് പ്രത്യേകത. അതുകൊണ്ടാണ് ദേവതാരത്തെ കുറിച്ച് പുരാണം പറയുന്നത്. വാദം പിത്തം കഫം ശമനോ ദേവഘടം എന്നാ പറയുന്നത്. ഇതുകൊണ്ടില്ലേ, സാധാരണ പൊള്ളി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുടയിൽ കുടയുന്നോ വീണ്ടും പൊക്കതാ. ഞാൻ പറഞ്ഞ വെറുതെ കണ്ടില്ലേ? നോക്കിക്കോ, ചെറിയ ചൂടുണ്ടാവും, പക്ഷെ കൈ പൊള്ളൂല. പൊള്ളുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിലാവൂല, രണ്ടേ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടോ? സെക്കൻഡ് എടുക്കാൻ പറ്റും. നോക്കിയ മോളെ, കിട്ടുന്നുണ്ടോ? ചെരണ്ടിയിൽ കിടി കിട്ടുന്നുണ്ടോ? എടുത്തോ, കിട്ടുന്നുണ്ടോ? അപ്പൊ മാമന്റെ കൈകൾ ആ പൊള്ളി പോണ്ടേ? ഞാൻ കറിയണ്ടേ? ഇതുണ്ട്, ഇനി എടുക്കാതാ. ഇനിയും ഇതുണ്ടോ? നല്ല തിളച്ചെണ്ണതുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് പിടിക്കാം. ഇതാണ് ദേവതാരം. ഉണ്ടോ? കൈ പൊള്ളൂന്ന് എല്ലാരും പറഞ്ഞ കൈ പൊള്ളൂന്ന്. ഒന്ന് വെച്ച് കൈ പൊള്ളുന്നുണ്ടോ? ചൂട് പിന്നെ തിളച്ച എണ്ണ കൊണ്ട് തീയിൽ കൊണ്ടേ മുക്കിയാൽ ചൂടുണ്ടാവുമായിരിക്കും. ഒന്നും ചെയ്യാനില്ല. ഇത് ഇങ്ങനെ കൈ പൊള്ളൂല എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മുക്കിയെടുത്താൽ കൈ പൊള്ളൂല. അത് കാണിച്ചതാ.